ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുണ്ടല്ലോ ഒരു എ സി കൂളിംഗ് ഇല്ലാന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടി വന്നതാണേ. വന്നു കഴിഞ്ഞപ്പോഴത്തേനും എ സിയുടെ ഫിൽട്ടർ എ സി വെച്ചേ പിന്നെ അതിനകത്ത് ഊരി അത് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. മൊത്തം കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിരിക്കുക. അടഞ്ഞിരുന്നിട്ട് ഒട്ടും കൂളിംഗ് ഇല്ല. പിന്നെ മറ്റേ ചുമയും ജലദോഷമൊക്കെയാന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് അഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഫിൽട്ടർ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിരിക്കുക. അപ്പോൾ ഞങ്ങൾ എ സി ഊരിയെടുത്ത് വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടി പോവാ. അപ്പോൾ അതിനകത്തെ ഫിൽട്ടറൊക്കെ അടഞ്ഞിരിക്കുന്നത് കാണിക്കാം. അപ്പം എ സി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു മാസമോ അല്ല 3 മാസം കുടുംബത്തിന് ഇതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുവോ, അല്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ എ സി ടെക്നീഷ്യന്മാരെ വിളിക്കുവാണെങ്കിൽ അവർ വന്ന് ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ ഒന്ന് കാണിക്കത്. ഇത് കണ്ടോ, ഇതിപ്പം ഉണ്ട്, ഫിൽട്ടർ മൊത്തത്തിൽ അടഞ്ഞിരിക്കുക. ഫിൽട്ടർ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അടഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും എയർ വലിക്കത്തുമില്ല. എയർ വലിച്ച് നല്ലപോലെ കൂളിംഗ് ആകത്തുമില്ല. ഇതിനകത്താണ് കൂളിംഗ് കോയിൽ ഇരിക്കുന്നത്. ഈ കൂളിംഗ് കോയിലിൻ്റെ അകത്തുനിന്നാണ് കൂളിംഗ് വലിച്ച് ഇതിലേ തള്ളേണ്ടത്. അപ്പോൾ ഇതിനകത്തും കറങ്ങുന്ന ഫാനിനകത്ത് മൊത്തം ചെളിയാണ്. പിന്നെ ഈ 2 ഫിൽറ്ററും കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിരിക്കുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എ സി കൂളിംഗ് ആകില്ല. ഇങ്ങനെ ഞങ്ങൾ കഴുകി നല്ല പുതിയതുപോലെ ആക്കി എ സി സെറ്റപ്പ് ആക്കി. ഉണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ ഫിൽറ്ററൊക്കെ ഇരിക്കുന്നത്. സാധാരണ രീതി കൂളിംഗ് കോയിലൊക്കെ നല്ല വൃത്തിയായി പുതിയതുപോലെയായി. ഇങ്ങനെ നല്ല നല്ല കൂളിങ്ങും കറണ്ട് ചാർജൊക്കെ സേവിങ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഓടി കൂളിംഗ് ആകേണ്ട എ സി 2-2.5-3 മണിക്കൂറൊക്കെ എടുക്കും കൂളിംഗ് ആകാൻ. ഇനിയിപ്പോൾ ചൂട് സമയം ആയതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വിളിച്ച് ഞങ്ങൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് ഇനി കയറ്റി ഫിറ്റ് ചെയ്താൽ മതി.